കേരള ഗവൺമെൻറ്, അതായത് പിണറായി വിജയൻ ഗവൺമെൻറ് തുടങ്ങി വെച്ച കെ ഫോൺ, നിങ്ങൾക്കറിയാം, പത്രങ്ങളിൽ പരസ്യം, അതിനെപ്പറ്റി ഗവൺമെൻറ് വല്ലാതങ്ങ് പറയുന്നു. CPM നേതാക്കന്മാർ അതേപോലെ സൈബർ ഇടങ്ങളിൽ അവരുടെ സൈബർ വിങ് ഇതിനെ വല്ലാതങ്ങ് പുകഴ്ത്തുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് ഇത് ചെയ്യുന്നത്. കെ ഫോൺ ഒരു വർഷം 20 ലക്ഷത്തിലധികം കണക്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞ് കേരളത്തിലെ ഗവൺമെൻറ് ഓഫീസുകൾ മുഴുവനും കെ ഫോണുമായി ബന്ധിപ്പിക്കുന്നു. ആദ്യം പറയട്ടെ, ഈ വർഷം അവസാനിക്കാറായി. 2000 കണക്ഷൻ പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? ആർക്കും താല്പര്യമൊന്നുമില്ല. കാരണം മനസ്സിലാക്കുക, പിന്നെ എന്തുകൊണ്ട് ഗവൺമെൻറ് ഓഫീസുകളിൽ കൊടുക്കാൻ പറ്റുന്നില്ല? ഗവൺമെൻറ്റിൻ്റെ പണമില്ല. കെ ഫോണിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അടുത്തൊരു പ്രോജക്റ്റ് വരുന്നു. ഗവൺമെൻറ് കൊട്ടി ആഘോഷിച്ച് തുടങ്ങിയതാണ് AI ട്രാഫിക് ക്യാമറ. അതിൻ്റെ സ്ഥിതി എന്താണ്? അതൊരു നോർമൽ ക്യാമറയാണ്, AI ക്യാമറ അല്ല. അതായത് നമ്മുടെ ഈ ഫോണിനകത്ത്, അതായത് നമ്മുടെ സ്മാർട്ട് ഫോണിനകത്ത് അതിനകത്ത് AI ക്യാമറയുണ്ട്. അതായത് ഇവർ ഏതോ ഈ തലയ്ക്ക് ഈ ഓളമടിച്ച സഖാക്കളുണ്ട്. അത് AKG ഭവനിലിരിക്കുന്നവരായിരിക്കും. അവരൊക്കെ പറഞ്ഞെടുത്ത് ചാടി തുടങ്ങുന്നത്, അതിൻ്റെ അത് കമ്മീഷനും കിട്ടും, ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത്. കെ ഫോൺ ആർക്കാ കൊടുത്തത് നമ്മൾ കണ്ടു. AI ക്യാമറ ട്രാഫിക് അതിൻ്റെ കോൺട്രാക്റ്റ് ആർക്കാ കൊടുത്തത് അതും നമ്മൾ കണ്ടു. പിന്നീട് ഗവൺമെൻറ് പറഞ്ഞൊരു സംഭവമുണ്ട്. കൊക്കോണിക്സ്, അവരുടെ ഏറ്റവും വലിയ ലാപ്ടോപ്പ്, ആപ്പിളിൻ്റെ ലാപ്ടോപ്പിനേക്കാളും ഭയങ്കരമായിരിക്കും ഈ സാധനം. ആലോചിച്ച് നോക്കുക, ആപ്പിളിൻ്റെ ലാപ്ടോപ്പിനേക്കാളും ഭയങ്കര സാധനം തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ പോകുന്നു എന്നും പറഞ്ഞു തുടങ്ങിയതാണ്. ഇത് എവിടായെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതേപോലെ തന്നെ വ്യവസായ മന്ത്രിയായ രാജീവ് പ്രത്യേക ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് സവാരി എന്ന് പറഞ്ഞൊരു ആപ്പ് തുടങ്ങുന്നത്. ഏതിനെ തോൽപ്പിക്കാൻ? ഊബറിനെ, ഓലയെ തോൽപ്പിക്കാൻ. അതിൻ്റെ സ്ഥിതി എന്തായെന്നറിയോ? അതാരെങ്കിലും കേട്ടിട്ടുണ്ടോ എവിടായെന്ന്? ഇപ്പോൾ പറയുന്നു ഗവൺമെൻറ് സിനിമകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി OTT പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പോകുന്നു. അതിൻ്റെ സ്ഥിതി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം ഈ ഗവൺമെൻറ്റും ഇതിൻ്റെ ഇരിക്കുന്ന സഖാക്കളോടും പറയേണ്ട ഒരു വസ്തുതയുണ്ട്. നിങ്ങൾക്ക് ഈ ഊബറുമായിട്ടൊന്നും മത്സരിക്കാൻ നിങ്ങൾക്ക് ആപ്പ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഊബറൊക്കെ ബില്യൺസ് സ്പെൻഡ് ചെയ്തിട്ടാണ് ആപ്പ് ഉണ്ടാക്കുകയും അവരുടെ നെറ്റ്വർക്ക് വൈഡായിട്ട് കവർ ചെയ്യാൻ വേണ്ടി അവരെന്തൊക്കെയാണ് ചെയ്തത് അതെങ്കിലും തലയ്ക്കകത്ത് ബോധ്യം ഉണ്ടാകും. അവരെന്തൊക്കെ ചെയ്തിട്ട്, എന്തൊക്കെ റിസർച്ച് ചെയ്തിട്ട്, എവിടൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്ത്, എവിടൊക്കെ നെറ്റ്വർക്ക് ഉണ്ടാക്കിയ ശേഷമാണ് അവരിതൊക്കെ തുടങ്ങുന്നത്. ആ ഒരു വിശ്വാസം ഈ പറയുന്ന ടാക്സി ഡ്രൈവേഴ്സിനും ടാക്സി ഓണേഴ്സിനും അവർക്കുണ്ടായതിൻ്റെ പേരിലാണ് ഊബറിലും ഓലയിലോട്ടും പോകുന്നത്. നിങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിയും അവിടെ ലോക്കൽ ടാക്സിക്ക് വേണ്ടിയും ഈ സവാരി എന്നുണ്ടാക്കി നിങ്ങളിത് ആർക്കാ ഇത് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ കൊടുത്തത്? പാലക്കാടുള്ള ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിൽ അവിടുത്തെ ഒരു R&D വിഭാഗം. അവൻ എന്ത് കുന്തമായതിനെ പറ്റി അറിയാമോ? ഇവിടൊക്കെ ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊരു ഗവൺമെൻറ് എന്ന് പറയുന്ന സംഭവം ഒരു പ്രൈവറ്റ്, ഇന്നത്തെ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രൈവറ്റ് ജൈൻസ്, അവരുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ആദ്യം തലയ്ക്കകത്തിടേണ്ടത്. ഏതെങ്കിലും ഒരു വട്ടം പറഞ്ഞു. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനീ പറയുന്നത് മലയാളികളോടാണ് പറയുന്നത്, പ്രത്യേകിച്ച് സഖാക്കളോട്. ഈ കേരളത്തിലെ നല്ല ഭാഗം സഖാക്കൾക്കും ലോകം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അത് ഏതൊക്കെ വെർട്ടിക്കൽസിലാണ് അതിൻ്റെ റിസർച്ചും നെറ്റ്വർക്കും നടത്തി അവരത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതിൻ്റെ പുറകിൽ ഒത്തിരി പെയിനുണ്ട്. മുഖ്യമന്ത്രി ഒരു ദിവസം ഒന്ന് പത്രസമ്മേളനം ഇരുന്ന് പറഞ്ഞു, അങ്ങനല്ല അത്. സ്റ്റീവ് ജോബ്സിൻ്റെ പുസ്തകം എടുത്ത് വായിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ആപ്പിൾ എന്ന് പറയുന്ന സംഭവം ഓരോന്നിനും അവർ സ്പെൻഡ് ചെയ്തു, അയാൾ എത്രമാത്രം സഫർ ചെയ്തിട്ടാണ് അതങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. അതിൻ്റെയൊക്കെ പുറകിൽ ഒത്തിരി കഥയുണ്ട്. ഇപ്പം എലോൺ മസ്കിൻ്റെ കഥയാണെങ്കിലും നിങ്ങളത് വായിച്ച് നോക്കണം, എന്നിട്ട് തീരുമാനിക്കുക. അല്ലാതെ ഏതെങ്കിലും
ഒരു ആനത്തലവട്ടം ആനന്ദനോ ഈ പറയുന്ന CITUവിൻ്റെ നേതാവോ ഒരു ഒരു തൊഴിലാളി യൂണിയനെ അവനെ അടിച്ച് തകർത്ത് നാശമാക്കിയിട്ട് ഉണ്ടാക്കുന്ന പോലല്ല ഒരു സംഭവം ബിൽഡ് ചെയ്തെടുക്കുക. ഒരു സംഭവം ബിൽഡ് ചെയ്തെടുക്കാൻ വലിയ പാടുണ്ട്, വലിയ എഫോർട്ടുണ്ട് അതിൻ്റെ പുറകിൽ. പലരുടെയും ത്യാഗമുണ്ട്. പലരും രാവും പകലും അതിൻ്റെ പുറകിൽ നടന്ന് അവരുടെ എല്ലാം വസ്തുവും അസറ്റും എല്ലാം കളഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നീടാണ് ഇത് വലുതാകുന്നത്. അങ്ങനെ ഉണ്ടായവരുടെ കഥകളാണ് നിങ്ങൾ വായിച്ചു നോക്കിയാലേ മനസ്സിലാകുകയുള്ളൂ. നോക്കുകൂലി സമരം ചെയ്ത് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ, ഒരു കടക്കാരനെ, ഒരു ട്രേഡറെയും പൂട്ടിത്തൊലയ്ക്കാൻ എളുപ്പമാ, വെരി സിമ്പിൾ. പക്ഷെ അത് ബിൽഡ് ചെയ്തെടുക്കാനുള്ള ഒരു എഫോർട്ടുണ്ട്, ഒരു പെയിനുണ്ട്. അത് അനുഭവിച്ച് അത് അങ്ങനെയുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അതുമല്ല, ഇതൊന്നും ഗവൺമെൻറ് നടത്തേണ്ട ഒന്നുമല്ല. കേരളത്തിലെ മൂത്രപ്പുര പോലും ഗവൺമെൻറ് നടത്തണമെന്നാണ് പറയുന്നത്. അതാണ് കമ്മ്യൂണിസം. ഇതൊക്കെ പ്രൈവറ്റ് സെക്ടറിൽ കൊടുക്കണം. ഇപ്പം K-Ford ഇത് കംപ്ലീറ്റ് ആയിട്ട് പ്രൈവറ്റൈസ് ചെയ്തിരുന്നെങ്കിൽ ഈ സംഭവം സക്സസ് ആയി പോയേനെ, ടെൻഡർ ഉൾപ്പെടെ. കാരണം ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൊടുക്കണം. ഇതിനകത്ത് കമ്മീഷൻ അടിച്ച് മാറ്റാൻ നിൽക്കരുത്. മുഖ്യമന്ത്രിയുടെ മകളുമായിട്ടും മകനുമായിട്ടും ബന്ധുക്കളുമായിട്ടും ബന്ധമുള്ളവർ അവർക്കല്ല നോക്കേണ്ടത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടങ്ങ് ചെയ്യാൻ വെക്കണം. ഒരു ഗ്ലോബൽ ടെൻഡറായിട്ടങ്ങ് കൊടുക്കണം. അപ്പോൾ അതിന് റിസൾട്ട് കിട്ടും, ആളുകൾ വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു മെസ്സേജാണ്. മറ്റുള്ള കമ്പനികൾ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കും. എല്ലാം ഗവൺമെൻറ് കമ്മീഷൻ അടിച്ച് മാറ്റാൻ വേണ്ടി വെക്കുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ സവാരി എന്ന് പറയുന്നൊരു ടാക്സി ആപ്പ് ഏതെങ്കിലും നല്ലൊരു കമ്പനിക്ക് അത് കൊടുത്തിരുന്നുവെങ്കിൽ അവരത് ഡെവലപ്പ് ചെയ്ത് ഈ സംഭവത്തെ അങ്ങ് മാറ്റിയേനെ. അതൊക്കെയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഫെസിലിറ്റേറ്റർ ഗവൺമെൻറ് അല്ല ഇത് മുഴുവൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഗവൺമെൻറ്റിൻ്റെ ജോലിയല്ല അത്. അതൊക്കെ പണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പല പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സും പ്രൈവറ്റൈസ് ചെയ്യുന്നത്. കാരണം ഇതൊന്നും പണ്ടൊരു സമയത്ത് ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യക്ക് ഈ സംഭവങ്ങൾ ഇവിടെ നടത്തുവാൻ വേണ്ടി ഒരു പ്രൈവറ്റിനും കോർപ്പറേറ്റിനും സാധിക്കുകയില്ലായിരുന്നു. കാരണം അവരുടെ ഇത്ര പണമില്ല, ടെക്നോളജി ഇല്ല, മാൻ പവർ ഇല്ല, എക്സ്പെർട്ടൈസ് ഇല്ല. അതുകൊണ്ടാണ് സ്റ്റീൽ കമ്പനി ആണെങ്കിലും പോർട്ടാണെങ്കിലും എയർപോർട്ടാണെങ്കിലും ഇതെല്ലാം ഗവൺമെൻറ് കൊണ്ടുവന്നത്. ഇന്നെന്താണ് ഗവൺമെൻറ് ചെയ്യുക? അതിൻ്റെ കൂടുതൽ ജനങ്ങളിലോട്ടെത്തണം, അതിൻ്റെ എഫിഷ്യൻസി കൂട്ടണം. എഫിഷ്യൻസി കൂട്ടുവാൻ അത് പ്രൈവറ്റൈസ് ചെയ്യണം. ഇതാണ് ഫണ്ടമെൻ്റലി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എഫിഷ്യൻസി കൂട്ടാൻ നിങ്ങളിപ്പോൾ ഒരു റെഗുലേറ്ററി കമ്മീഷനെ വെക്കണം. അവരെ കൊണ്ടത് മോണിറ്റർ ചെയ്യാൻ പറയണം. അതാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെൻറ് ഈ പറയുന്ന ആക്ടിവിറ്റീസ്, ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കാൻ നേരത്ത്, അതായത് ഈ പറയുന്ന വലിയ വലിയ ജയൻറ്റുമായിട്ട് നിങ്ങൾ മത്സരിക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇതേപോലെയുള്ള പ്രൈവറ്റ് കമ്പനികളെ ഇതിൽ കൊണ്ടുവരണം. അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യണം. അവരിൻവെസ്റ്റ് ചെയ്യും. കാരണം നിങ്ങളത് ഫെസിലിറ്റേറ്റ് ലോണായിട്ട് കൊടുത്താൽ മതി. ഗവൺമെൻറ് പൈസ സ്പെൻഡ് ചെയ്യണ്ട. ഇങ്ങനെയാണിത് ചെയ്യുന്നത്. ഇങ്ങനെയാണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ ചെയ്യുന്നത്. ഇത് ഇലക്ട്രിസിറ്റി KSEB നഷ്ടത്തിൽ. ഇനി ഗവൺമെൻറ് പണം കൊടുത്തില്ലെങ്കിൽ അതൊരു ഓടാൻ പറ്റത്തില്ല. KSRTCയുടെ കാര്യം അറിയാം. ഗണേഷ് കുമാർ പറഞ്ഞു KSRTC ഏതൊക്കെയോ രീതിയിലങ്ങ് മാറ്റിയാണ്, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നു, ദൈവം നിശ്ചയിച്ചാൽ പോലും KSRTC ഇന്നത്തെ രീതിയിൽ രക്ഷപ്പെടുത്തില്ല. ഇത് മുഴുവനും പ്രൈവറ്റ് പല കമ്പനിയായിട്ടത് പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിന് കൊടുക്കണം. KSEB എന്ന് പറഞ്ഞാൽ പല ഡിവിഷനാക്കിയിട്ട് പലതും അത് പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിന് കൊടുക്കണം. എന്നാൽ മാത്രമേ ഒരു മെസ്സേജാണ്. കാരണം അതിൻ്റെ എഫിഷ്യൻസി കൂടും. അത് ഈ സംഭവം ലാഭത്തിൽ വരും. ഗവൺമെൻറ്റിന് അതിൻ്റെ ലാഭവിഹിതം കിട്ടും. ഇതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഇത് മൂത്രപ്പുര പോകാൻ 2 രൂപ അല്ല 5 രൂപ കൊടുക്കാൻ നേരത്ത് അതും ടെൻഡർ കൊടുത്തിട്ട് ആ ഒരു സംഭവം മാറ്റിയിട്ട് ഇതിനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന പലരും ഉണ്ട്. അവർക്കാണ് കൂടുതൽ, അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യണം ഗവൺമെൻറ്. അങ്ങനെ വരുന്ന സമയം അതാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. അതാണ് ലോകം മുഴുവനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ചൈനയിലും അതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഗവൺമെൻറ് എല്ലാവരും നടത്തുന്നത്.
ലോകത്ത് രക്ഷപ്പെട്ട രാജ്യങ്ങൾ മുഴുവൻ ഇങ്ങനെ രക്ഷപ്പെടുകയുള്ളൂ. ഈ ഈ പിണറായി ഗവൺമെൻറ് അവിടെ ഇരുന്ന് ഈ പറയുന്ന ലാപ്ടോപ്പ് ആപ്പിളിനെ തോൽപ്പിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. എന്ത് മണ്ടത്തരം പൊട്ടത്തരമാണ് ഇവർ വിളിച്ച് പറയുന്നത്. ആരുമായിട്ടാണ് കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത്? ആപ്പിളുമായിട്ട് മറ്റുള്ള ലിനോവോ, സാംസങ്, ഈ ഒരു കമ്പനിയുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെവിടെ നിൽക്കുന്നു? നിങ്ങളെവിടെ നിൽക്കുന്നു? അവരുടെ സർവീസ് എന്താ? നിങ്ങൾക്ക് എന്ത് സർവീസാണ് ഉള്ളത്? ഇത് ഏക്കും പൂക്കും അറിയാത്ത കണ്ണൂരുള്ള ഒരു പേട്ട് പിടിച്ച സഖാവിന് ഇത് എന്ത് കുന്തമാണെന്നറിയാം. ഇത് ഞാൻ എക്സ്പെർട്ടൈസ് ആയിട്ട് പറയുകയല്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഗ്ലോബൽ വേൾഡ് ഓർഡർ എങ്ങോട്ടാണ് പോകുന്നത്, ഗ്ലോബലായിട്ടുണ്ടാകുന്ന ചേഞ്ചസ് എന്താണ്. ഇന്ന് AI വരുന്നു. AI വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഗ്ലോബൽ ചേഞ്ചസ് ഉണ്ട്. അത് എല്ലാ സെക്ടറിനും ബാധിക്കും. അതായത് ഇന്ന് വരെ ചെയ്തിരുന്ന ജോലി നാളെ മുതൽ ഇല്ലാതാകുന്നു. അതിനെപ്പറ്റി പോലും പിണറായി വിജയനെ അഡ്വൈസ് ചെയ്യുന്നത് ഈ പറയുന്ന മരങ്കോട്ടൻ സഖാക്കളായിരിക്കും. കോപ്പറേറ്റീവ് ബാങ്കും പിന്നെ ബീഡി തൊഴിലാളിയും നോക്കുകൂലി തൊഴിലാളി, അതിൻ്റെ നേതാക്കന്മാരാണ് ഇവർക്ക് അഡ്വൈസ് ചെയ്യുന്നത്. ഇതാണ് പ്രശ്നം. എഡ്യൂക്കേഷനും ആ സെക്ടറിലോട്ടാണ് നശിപ്പിച്ചത്. അതായത് ബേസിക്കലി ഇവർക്ക് ലോകത്തെ പറ്റി അറിയത്തില്ല. ദേശാഭിമാനി പത്രം വായിച്ചിട്ടൊന്നും ലോകത്തെ അറിയാൻ സാധിക്കത്തില്ല. അത് ആദ്യം തലയ്ക്കകത്തിടുക. അതാണ് ഫണ്ടമെൻ്റലി മനസ്സിലാക്കേണ്ടത്. ലോകം വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്. പലതുമൊക്കെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്തോട്ട് ഈ സാധനം പോയിട്ടുണ്ട്. അപ്പോൾ അത് പണ്ട് സമയത്ത് ഇതൊക്കെ ഇവിടെ വരാൻ വേണ്ടി സമയമെടുക്കുമായിരുന്നു. ഇന്നതല്ല. ഡിജിറ്റൽ ലോകം പെട്ടെന്ന് ഓരോന്നും കയറി വരുന്നത്. അതായത് ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത്, ഇപ്പോൾ എനിക്ക് തന്നെ ഞാനിപ്പം ചെറിയ സ്റ്റുഡിയോയാണ്. എനിക്ക് ലോകത്താരുമായിട്ടും ഇരുന്ന് സംസാരിച്ച് അവരുടെ ടെലിവൈസ്ഡ് ഇൻ്റർവ്യൂ എടുക്കാം, അത് എയർ ചെയ്യാം. അപ്പം അത്രമാത്രം ഫാസ്റ്റായിട്ട്. പിന്നെ അതിനകത്ത് AI വന്നു. ഇപ്പം എൻ്റെ ഒരു രൂപം മാത്രം മതി 100 കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ആ സമയത്താണ് ഇവർ സവാരി ആപ്പും കൊക്കോണിക്സും അതേപോലെ തന്നെ K-ഫോണും ആലോചിച്ച് നോക്കുക. നിങ്ങൾ എത്ര പുറകിലാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ണൂർ ഭാഗത്തെയും പാലക്കാട് ഭാഗത്തെയും CPMൻ്റെ പാർട്ടി സംഭവങ്ങളെല്ലാം നശിച്ച് നാറാണക്കല്ലായിട്ട് ഇപ്പോഴും അതുപോലെ ഇരിക്കുന്നത്. ബീഡിയും വലിച്ച് അവിടെ ഇരുന്ന് ചായയും പിടിച്ചുകൊണ്ട് ലോക തൊഴിലാളിയും അതും ഇതും മണ്ണാങ്കട്ടയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ലോകം പോയി, ഇന്ത്യ മാറുകയാണ്. കേരളം ഏറ്റവും പുറകിലോട്ട് പോകുന്നതിൻ്റെയും കാരണം യുക്തിയും ബോധവും വിഷനും വിഷണറി അല്ലാത്ത ഓരോ മരങ്ങോടന്മാർ നമ്മളെ ഭരിക്കുന്നതാണ് കാരണം. നാരദ ടോക്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ യൂട്യൂബ് ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കിട്ടുന്നതാണ്. ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. താങ്ക് യു.